Welcome back once again. So we are going to look at new chapter today, chapter number 4, and I will share you the screen now, and you can take page number 47, or you can look at the screen also. So this is what we are going to learn today. Yeah. I hope you can see, right? കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? Yes, sir. Yes, sir. Okay. So you can unmute yourself, or you can mute yourself for now. And whenever you have a doubt, you can just unmute and you can ask. Okay. So chapter number 4, production process. അതായത് ഉൽപാദന പ്രക്രിയ. ഒരു എന്ത് തന്നെയായാലും ഒന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, എന്ത് ചെയ്യണമെങ്കിലും അതിനൊരു പ്രോസസ് ഉണ്ടാവും. ആണല്ലോ? ആണോ? ഓക്കെ. സോ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ reading the first paragraph, you may remember that in ancient times our ancestors lived in caves, gathered fruits and hunted animals. അതായത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ലേ? അതായത് നമ്മുടെ ആൻഷ്യന്റ് ടൈംസിൽ, അതായത് നമ്മുടെ പൂർവികർ അവർ എങ്ങനെയാ ജീവിച്ചിരുന്നതെന്ന്. അവർ കേവൽ ജീവിച്ചു. കൂടാതെ അവര് കഴിച്ചിരുന്ന ആഹാരമോ, അവര് ഗ്യാതേർഡ് ഫ്രൂട്ട്, അവര് പഴങ്ങളും എല്ലാം ശേഖരിച്ചു. അതോടൊപ്പം ആൻഡ് ഹണ്ടഡ് അനിമൽസ്, അതായത് അനിമൽസിനെ വേട്ടയാടി കഴിക്കുക. അതായിരുന്നു അവരുടെ ഒരു രീതി. ഇനി can we imagine such a life today? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്തരത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന്? പറ്റുന്നുണ്ടോ? എന്താ, എന്തുകൊണ്ടാ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? എന്താ പറയും ആൽഫിൻ? എന്തുകൊണ്ടായിരിക്കും നമുക്ക് ആ രീതിയിൽ ഇപ്പോ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നാൻ കാരണം? ആൽഫിൻ, നീ പോയോ? എന്തെങ്കിലും പറയേ. ഇപ്പോഴിങ്ങനെ മൃഗങ്ങളെ ഒന്നും വേട്ടയാടി കഴിക്കാൻ പറ്റില്ല. പറ്റത്തില്ല. പിന്നെ ഇപ്പൊ ഗുഹകളൊന്നും കാണാനില്ല. ഓക്കെ, ഗുഹകൾ കാണാനില്ല. ഓക്കെ, വേറെ? ഷാരോൺ, അൺമ്യൂട്ട് ചെയ്തേ. അതായത് do you know how our ancestors lived in past? അതായത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എങ്ങനെയാ ജീവിച്ചിരുന്നതെന്ന് അറിയാവോ? അപ്പോ അവർ ജീവിച്ചിരുന്നത് എവിടെയൊക്കെയാ? കേവ്സില്. പിന്നെ അവർ ഫ്രൂട്ട്സ് ഒക്കെ ഗ്യാദർ ചെയ്തും പിന്നെ അനിമൽസിനെ ഹണ്ട് ചെയ്തുമാണ് അവര് ജീവിച്ചിരുന്നത്. അപ്പോ അത്തരത്തിലുള്ള ലൈഫ് ഇന്ന് പോസിബിൾ ആണോ? എന്തുകൊണ്ടാ പോസിബിൾ അല്ലാത്ത? എന്തുകൊണ്ടാ പോസിബിൾ അല്ലാത്ത?
മൃഗങ്ങളെ ഇപ്പൊ വേട്ടയാടി കഴിക്കാൻ പാടില്ല. ആ കേവ്സ് ഒന്നും അത്രയ്ക്ക് ഇവിടെ ഇല്ല. കേവ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് വേട്ടയാടാൻ പറ്റുമായിരുന്നോ നമുക്കിപ്പോ? പറ്റില്ലെന്ന് തന്നെയാണ് സാർ. ഓക്കെ, അപ്പോ ചില വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ശൈലിയും അവരുടെ ശൈലിയും നമ്മൾ നോക്കിയേ. അവരെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ചിരുന്നില്ല. അവർ കൃഷി ചെയ്യും. അവരെ ക്ലാസ് കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. അത് ബാക്കിയുള്ളവർക്ക് പ്രശ്നമുണ്ടോ? അത് അങ്ങനെ പ്രശ്നമുണ്ടോ? ഓക്കെ, അപ്പൊ അവിടത്തെ ഇഷ്യൂ ആണ് കേട്ടോ. അവിടെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാ അങ്ങനെ കാണാൻ പറ്റാത്തത്. ജസ്റ്റ് ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്ക് അഗെയിൻ. സോ യു വിൽ ബി ഏബിൾ ടു അറ്റൻഡ്. സോ നമ്മളിവിടെ പറഞ്ഞു വന്നു. അപ്പോൾ നമ്മള് ലൈക്ക് കാലങ്ങൾ കഴിഞ്ഞു പോയപ്പോ അവർ പീപ്പിൾ ബിക്കെയിം സിവിലൈസ്ഡ്. അതായത് നമ്മുടെ ജീവിത ശൈലി മാറി. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പല പല സിസ്റ്റം വന്നു. നമ്മുടെ നാട് വളർന്നു. മുമ്പാണെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് അവരെ എങ്ങനെ പോയിക്കൊണ്ടിരുന്നേ? അവരെ നടന്നു പോയിക്കൊണ്ടിരുന്നു, അതാ അല്ലെ കാളവണ്ടി ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് നമുക്ക് എയ്റോപ്ലെയിൻ വരെ ഉണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു വളർച്ച അത് കാരണം നമുക്കിപ്പോ അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ലൈഫാണ് നമുക്കിപ്പോ ഉള്ളത്. അതാ കാരണം. ഓക്കെ, now we produce goods ranging from paper pins to artificial satellite. അതായത് നമ്മള് ഇപ്പോഴാണെങ്കിൽ ഇത് മൊട്ടുസൂചി മുതല് ഇത് എന്താ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്, കൃത്രിമ ഉപഗ്രഹം വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. സാറ്റലൈറ്റ്സ്, അതായത് നമ്മളെ വീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹിരാകാശത്തേക്കുള്ള സാറ്റലൈറ്റ്സ് വരെ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ഫ്രം പേപ്പർ പിൻസ്, നമ്മുടെ മുട്ടുസൂചി മുതൽ. നമ്മുടെ വീട്ടിൽ പറയത്തില്ലേ, മുട്ടുസൂചി തൊട്ട് അങ്ങേയറ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ ചെയ്തിരുന്നോ? അതാ കാരണം. അപ്പൊ ലിസ്റ്റ് ദ നെയിംസ് ഓഫ് ഗുഡ്സ് യു ഫ്രീക്വന്റ്ലി യൂസ് ഇൻ എ ഡേ. നിങ്ങൾ ഇതേപോലെ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുടെ പേര് പറഞ്ഞു. ഇപ്പൊ പെന്നും ബുക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുടെ പേര് പറഞ്ഞേ. ടെലിവിഷൻ, പെൻസിൽ, കമ്പ്യൂട്ടർ, ഫോൺ, മൊബൈൽ ഫോൺ. നിങ്ങളുടെ റൂമിൽ തന്നെ ചുറ്റും നോക്കുക. നിങ്ങളുടെ ടേബിൾ, പെൻസിൽ, ചെയർ, ബെഡ്, ഹെൽമെറ്റ്, കാർപ്പറ്റ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എല്ലാം. അപ്പൊ ഇതേപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ? അപ്പോ ഇത്തരത്തിലുള്ള കുറെ സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ വാട്ട് ഈസ് മീൻ ബൈ ഗുഡ്സ്? ഈ സാധനങ്ങൾ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? Those things which are visible and tangible and can satisfy human wants are regarded as goods. അതായത് those things which are visible, നമുക്ക് കാണാൻ പറ്റുന്നതും tangible and can satisfy human wants are regarded as goods. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും അല്ലെങ്കിൽ സ്പർശിക്കുവാനും കഴിയുന്ന വസ്തുക്കളെ, ടാൻജിബിൾ, അതായത് ഉപയോഗിക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന സാധനങ്ങളെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. ആണല്ലോ? ഇപ്പോ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മേശ, ഇതെല്ലാം നമുക്ക് തൊടാൻ പറ്റും. അതിനൊരു അളവുണ്ട്. അത് കഴിഞ്ഞിട്ട്
ഇതെല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള സാധനം, നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് തറയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തറയിരിക്കുന്ന ബുദ്ധിമുട്ട്, അതുകൊണ്ട് നമുക്ക് കസേരയുണ്ട്. ഇപ്പൊ സാധനങ്ങൾ വെച്ച് പഠിക്കാൻ അല്ലെങ്കിൽ മൊബൈൽ വെക്കാനായിട്ട് സ്ഥലം വേണം, അതിന് മേശയുണ്ട്. അപ്പൊ ഇതെല്ലാം ഉപകാരപ്പെട്ടത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. See whether the products you listed above have these features. നമ്മളിപ്പോ നേരത്തെ ഈ പറഞ്ഞ നിങ്ങൾ എല്ലാവരും പറഞ്ഞ സാധനങ്ങൾക്ക് ഇത്തരം ഫീച്ചേഴ്സ് ഇല്ലേ? അതായത് ഇത് ഉപകാരമാണ്, അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു പർട്ടിക്കുലർ ഷേപ്പ്, സൈസ് എല്ലാം ഉണ്ട്, അത് കാണാൻ പറ്റുന്നതാണ്, അതുപോലുള്ള ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഉണ്ടോ ഷാരോ? എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ആവശ്യം ഷാരോണിന്റെ നിന്ന്. ഒരു ഷാരോൺ ഇനിയിപ്പോ ഉറങ്ങി വീഴുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. കേട്ടോ ഷാരോൺ? ഷാരോൺ അത് പറഞ്ഞത് പോയോ? ഓക്കെ. We use the service of a large number of people for the production and distribution of goods you listed. അതായത് നമ്മൾ ഈ മുകളിൽ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട്, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് there are lot of എന്തുപറ്റ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഇത് എല്ലാരും മ്യൂട്ട് ചെയ്തേ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ടോട്ടലി ഇത് കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ക്ലാസ് അടുത്ത റെക്കോർഡഡ് വെർഷൻ ഞാൻ തരുമ്പോ നിങ്ങൾക്ക് അതൊരിക്കലും കേൾക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാട്ടോ. ഇവിടെ കമ്പ്യൂട്ടർ നോട്ടൊക്കെ പിന്നീട് കൊടുക്കാം, ആദ്യം മ്യൂട്ട് ചെയ്യും. ഓക്കെ, വെയിറ്റ് ചെയ്യേ. ഓക്കെ, നിങ്ങൾ സംസാരിക്കാത്ത സമയത്ത് നിങ്ങൾ എപ്പോഴും മ്യൂട്ട് ചെയ്യാൻ ഓർക്കുക, കേട്ടല്ലോ? അല്ല എങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് അടുത്ത് കേൾക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോ എല്ലാരും മ്യൂട്ട് ചെയ്തു, പക്ഷേ അൺമ്യൂട്ട് ചെയ്യരുത്, അല്ല ആവശ്യമില്ലാതെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡൗട്ട് ചോദിക്കാൻ സമയത്ത് മാത്രമല്ല, ആൻസർ പറയാൻ സമയത്ത് മാത്രം നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ വി യൂസ് ദ സർവീസ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. അതായത് നമ്മുടെ ഈ പ്രൊഡക്ഷനും നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പിറകെ കുറെ ആൾക്കാരുടെ വർക്കുണ്ട്, സർവീസ്. അവർ ചെയ്ത കുറെ കാര്യങ്ങളുടെ ഫലമാണ് നമ്മുടെ ഈ സാധനങ്ങളെല്ലാം. വാട്ട് ഈസ് മെന്റ് ബൈ സർവീസ്? സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും സർവീസ് എന്ന് പറയുന്നത്? എന്താ സർവീസ് ഷാരോൺ? ഓക്കെ, അടുത്ത അഭിജിത്ത്. അഭിജിത്ത്, എന്താ സർവീസ് എന്ന് പറയുന്നത്? സേവനം. സേവനം, അത് മലയാളം മീനിങ് എന്ന് പറയുന്നത് സേവനം തന്നെയാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിനെയാണ് സർവീസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. The books you use might have been printed in a distant press. അതായത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, അത് പ്രിന്റ് ചെയ്തത് എവിടെയെങ്കിലും ആയിരിക്കും, ഏതെങ്കിലും ഒരു പ്രസ്സിൽ ആയിരിക്കും. This book reaches you as the result of the involvement of many people. ഈ ബുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിയത് കുറെ ആൾക്കാരുടെ ശ്രമത്തിന്റെ അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ വർക്കിന്റെ ഫലമായിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ഈ ബുക്ക് ഇപ്പൊ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസ്സിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലായിരിക്കും പ്രിന്റ് ചെയ്തതെന്ന് വെക്കുക. അത് നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തി? അത് പല പല ആൾക്കാര്, പല ലോഡിംഗുകാര്, അൺലോഡിംഗുകാര് അവരെ എടുക്കും. അവരുടെ സർവീസിന്റെ ഫലമായിട്ട് പല സ്ഥലത്തായിട്ട് എത്തും. ഇപ്പൊ തമിഴ്നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് കേരളത്തെത്തും, അവിടെ നിന്ന് ട്രിവാൻഡ്രത്തെത്തും, ട്രിവാൻഡ്രത്ത് നിന്ന് അടുത്ത സ്കൂളുകാർ പോയി ട്രിവാൻഡ്രത്ത് നിന്ന് എടുക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരും. അപ്പൊ കുറെ ആൾക്കാർ ഇതിന്റെ പിന്നിലുണ്ട്. Who could they be? അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, അതായത്
ഈ ഒരു പ്രോസസ്, ഈ ബുക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ആരുടെയൊക്കെ ആയിരിക്കും? ലേബറേഴ്സ്, പണിക്കാരുടെ, ട്രാൻസ്പോർട്ടേഴ്സ്, ഇത് അവിടെ നിന്ന് ഇതുവരെ എത്തിക്കുന്ന ആൾക്കാരുടെ, ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നിങ്ങൾക്ക് ഇത് ആരാ തന്നേ? സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അല്ലെങ്കിൽ സ്കൂളിന് ആരാ കൊടുത്തേ? ഗവൺമെന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അങ്ങനെ പല പല ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. വേറെ ആരൊക്കെ ആയിരിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക നിങ്ങളുടെ കയ്യിൽ ഈ ബുക്ക് എത്തുന്നതിന് മുമ്പ്? ആരാ? ഒരാളുടെ പേരൂടെ പറഞ്ഞു. ആരായിരിക്കും ഈ ബുക്ക് ഉണ്ടാക്കുന്ന ആള്? ഈ ബുക്ക് ഉണ്ടാക്കുന്നത് അത് ലേബറേഴ്സ് ആയിരിക്കും ഈ ബുക്ക് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ടേഴ്സ്, അതായത് ഈ ബുക്ക് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആള്. ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഈ ബുക്ക് വിതരണം ചെയ്യുന്ന ആള്. പിന്നെ വേറെ ആരായിരിക്കും? ഇതിനിടയ്ക്ക് ഇനിയും കുറച്ച് ആൾക്കാരുണ്ടാവും നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് എത്താൻ വേണ്ടി പ്രവർത്തിച്ചത്. ആരായിരിക്കും? സ്കൂളിലെ ആൾക്കാര്. എക്സാക്ട്ലി, സ്കൂളിലെ ആൾക്കാര്. വേറെ ഹു എൽസ്? ഡ്രൈവേഴ്സ്, അത് ട്രാൻസ്പോർട്ടേഴ്സ്. ഓക്കെ, വേറെ? വേറെ ആരുമല്ല, നിങ്ങളുടെ പാരന്റ്സ്. നിങ്ങളുടെ പാരന്റ്സ് അല്ലേ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നത്, അല്ലേ? അതെ സാർ. അത് മറന്നതല്ലേ? അപ്പോ നിങ്ങളുടെ പാരന്റ്സ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്തി. അപ്പോ അങ്ങനെ കുറെ ആൾക്കാർ ഇതിന് മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഓൾ ദീസ് പീപ്പിൾ പ്രൊവൈഡ് സർവീസസ്. ഇവരെല്ലാം ചെയ്യുന്നത് എന്താ? സർവീസസ് അല്ലെങ്കിൽ സേവനം ആണ്. സർവീസസ് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ ബട്ട് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. ഈ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നായിരിക്കത്തില്ല, അല്ല എങ്കിൽ അത് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. നമുക്കത് അറിയാൻ പറ്റും. ഇതിനൊരു പ്രത്യേക, ഈ സർവീസിന് ഒരു പ്രത്യേക സൈസോ ഷേപ്പോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ചിലപ്പോ ഈ സർവീസ് എന്ന് പറയുന്ന ഈ സേവനത്തിൽ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റുമോ? ഇല്ല. ഒരാൾ ചെയ്യുന്നതാണ്, അതിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഇത്. ഓക്കെ അല്ലേ? ഓക്കെ, സോ ടീച്ചിങ് ഈസ് സച്ച് എ സർവീസ്. അതായത് നമ്മൾ പഠിപ്പിക്കുന്നത്, അതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ ഈ പഠിപ്പിക്കുന്നു, അതിനെ നിങ്ങൾക്ക് തൊട്ടു നോക്കാൻ പറ്റുമോ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന്? ഇല്ല. നിങ്ങൾക്ക് അപ്പോ അതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് യു ആർ എക്സ്പീരിയൻസിങ് ദിസ്. ഐ എം ടീച്ചിങ്, യു ആർ ലിസണിങ് ആൻഡ് യു ക്യാൻ എക്സ്പീരിയൻസ് ദിസ്. Got it? Yes, sir. Yeah. Perfect. We also receive services from doctors, bank officers, etc. നമ്മുടെ പല ഇപ്പൊ ഡോക്ടേഴ്സിൻ്റെ നിന്നായിരിക്കാം, നമ്മൾ ഒരാവശ്യത്തിന് പോകുമ്പോൾ, അല്ലെ ബാങ്ക് ഓഫീസേഴ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നായിരിക്കാം, അല്ലെ വേറെ പല ഓഫീസേഴ്സിൽ നിന്നായിരിക്കും നമുക്ക് അങ്ങനെ സർവീസസ് നമുക്ക് കിട്ടുന്നുണ്ട്. If we prepare a list of the goods and services we use daily, it will be a long one. നമ്മളിപ്പോ ഡെയിലി നമുക്ക് കിട്ടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വലുതായിരിക്കും. All these goods and services are used to satisfy our wants. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ കെയർ ചെയ്യുക എന്തിനാ? നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് എക്സാം ഉണ്ട്, നിങ്ങൾക്ക് എഴുതണം. നമുക്ക് വേണ്ടിയിട്ട്. എന്തിനാ? നമുക്ക് വേണ്ടി തന്നെ. നിങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ കയറുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ബാങ്കിൽ പോവുകയാണ്, അത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഈ സർവീസസ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ഹാവ് ടു പ്രൊഡ്യൂസ് ദം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഗുഡ്സും എല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്രയും മനസ്സിലായോ? Yes, sir. Yes, sir. Okay, so we have learned what is
Okay, so we have learned what is Yes, sir. Yes, sir. goods and services. So goods എന്താണെന്ന് നമ്മളിവിടെ goods and services എന്താണെന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു. So next, what is production? Production എന്നാൽ എന്ത്? അല്ലെ ഉൽപാദനം. Production എന്നാൽ ഉൽപാദനം എന്നാൽ എന്ത്? Production is the process of creating goods and services to satisfy human wants. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാ. ഇപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഹ്യൂമൻ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, അത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്ഷൻ, ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. Product is the result of the production process. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന്റെ, അതായത് ആ ഒരു ഉൽപാദനത്തിന്റെ ആ ഒരു പ്രക്രിയയുടെ ഫലമായിട്ടാണ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് പാഡി ഫ്രം ഫിഗർ 4.1. അപ്പോൾ 4.1 എവിടെയാ? റൈറ്റ്. സി, ഇത് നിങ്ങളുടെ 4.1 പിക്ചർ നോക്കിയ 4.1. ഇതില് കുറെ സ്റ്റെപ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് നെല്ല് അല്ലെങ്കിൽ അരി കിട്ടുന്നതില് ഇതിൽ കുറെ സ്റ്റെപ്സ് ഉണ്ട്. എന്തൊക്കെയാ ആ സ്റ്റെപ്സ്? ഫസ്റ്റ് ഞാൻ പറയാം. ഫസ്റ്റ് പ്ലഫിംഗ്, അതായത് ഉഴുതുമറിക്കുക. ആ നിലം, ഈ പേടി ഫീൽഡ് ആദ്യം ഒന്ന് നല്ല രീതിയിൽ ഉഴുതുമറിക്കണം. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, സോയിങ് സീഡ്സ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത് സീഡ്സ്, നെല്ല് വിത്ത് വിതറണം. അല്ല എങ്കിൽ ഞാറ് നടണം. വിത്ത് വിതറി അവിടെ ആ ഒരു മുളച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാറ് നടണം. അത് കഴിഞ്ഞിട്ട് ബീഡിങ് എന്ന് പറയുന്നത് എന്താ? കള പറിക്കൽ. അതായത് ഇതിന്റെ കൂടെ തന്നെ നെല്ല് കൃഷി ആയാൽ പോലും ഇപ്പൊ നമ്മുടെ വീട്ടിലെ തന്നെ കൃഷി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ പല പല ആവശ്യമില്ലാത്ത ചെടികളും കാണും. അപ്പോ അതിനെല്ലാം പറിച്ചു മാറ്റി, അല്ല എങ്കിൽ ആ ചെടി ഇതിന്റെ ഗുണങ്ങളെല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് അതിനെല്ലാം മാറ്റിയിട്ട് നെല്ല് മാത്രം വളരുന്ന രീതിയിലുള്ള കള പറിക്കൽ. അത് കഴിഞ്ഞിട്ട് മാനുവറിങ്. അത് കഴിഞ്ഞിട്ട് വളം. ഇത് കണ്ടില്ലേ, ഈ പിക്ചർ കണ്ടില്ലേ താഴത്തെ? അല്ല, വളം ഇട്ട് കൊടുക്കല്. അത് കഴിഞ്ഞിട്ട് എന്താ? ഹാർവസ്റ്റിംഗ്, നെൽക്കൊയ്യൽ. അപ്പോ കൊയ്ത് കഴിയുക, ഇത് കൊയ്യുക. കൊയ്ത് കഴിഞ്ഞതിന് ശേഷം ത്രഷിംഗ്, അതായത് കറ്റമെതിക്കൽ. ഇത് കണ്ടില്ലേ? അതായത് അതിൽ നിന്ന് നമ്മുടെ ഗ്രെയിൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രക്രിയ. അത് കഴിഞ്ഞതിന് ശേഷം കളക്ടിങ് റൈസ് ഗ്രെയിൻസ്. ഇതെല്ലാം ഈ ത്രഷിങ്ങും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്രെയിൻസിനെ എല്ലാം എടുക്കാം. അതായത് ഈ പാഡി റൈസിനെ എല്ലാം എടുക്കാം, നമുക്ക് സൂക്ഷിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു പ്രോസസ്, ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ജസ്റ്റ് ഒരു നെല്ല് നമ്മൾ കഴിക്കുന്ന ചോറിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു പ്രോസസ്, അത് ഇത്രയും വലിയൊരു പ്രോസസ്സിലൂടെയാണ് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. What are the factors involved in the process of paddy production? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെയാണ് ഈ ഒരു പാഡി പ്രൊഡക്ഷന്റെ ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാ? ലാബറേഴ്സ്, അതായത് പണിക്കാര്. പിന്നെ നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് ലാൻഡ്, വാട്ടർ എക്സെട്ര. അതായത് നമുക്കവിടെ ഒരു ലാൻഡ് വേണം. ഒബ്വിയസ്ലി നമുക്കവിടെ നടണമെങ്കിലും എല്ലാത്തിനും ലാൻഡ് വേണം, നിലം വേണം. അത് കഴിഞ്ഞിട്ട് വെള്ളം വേണം. അത് കഴിഞ്ഞിട്ട് മാൻമെയ്ഡ് ഗുഡ്സ് ലൈക്ക് ഫെർട്ടിലൈസേഴ്സ്, സീഡ്സ്, അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സ്. അതായത് അവിടെ ഇപ്പോ നിലം ഉഴുതു മറിക്കാനായിട്ട് പ്ലഫ് വേണം. അതിനു വേണ്ടിയിട്ട് എന്താ അവിടെ ഉഴുതു മറിക്കാനായിട്ട് ഇത് വേണ്ടേ? അതിന് പല മെറ്റീരിയൽസ്, അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ്സ് വേണം. അതോടൊപ്പം സീഡ്സ് വേണം. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, വളം വേണം. അപ്പോൾ ഇതേപോലുള്ള കുറെ കാര്യങ്ങള് നമുക്ക് ഇതിന് ആവശ്യമായിട്ട് ഉണ്ട്. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിലെ? ഇത്രയും No, sir.
ഡൗട്ട് ഉണ്ടേ ചോദിക്ക്. എന്താ ഗൗരിക്ക് ഡൗട്ട് ഉണ്ടോ? സാർ എനിക്ക് നെറ്റ്വർക്ക് കിട്ടി, അതുകൊണ്ട് ഇപ്പോഴാണൊന്ന് ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നോ? എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഗൗരി എന്താ പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വീഡിയോ കിട്ടണില്ല. അപ്പൊ ഇപ്പൊ കേറിയതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ആ ഓക്കെ. സാർ ഇപ്പൊ പറഞ്ഞ ഒന്നും കൂടെ പറഞ്ഞു തരാമോ സാർ? ഇപ്പോഴത്തെ ഈ പ്രൊഡക്ഷൻ ആണോ? ഓക്കെ, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഹ്യൂമൻ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയതാണ് നമ്മുടെ ഈ ഒരു നെല്ല്, റൈസ് നമുക്ക് കിട്ടും, നമുക്ക് കഴിക്കാൻ കിട്ടുന്ന റൈസ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സായിട്ട് ചെയ്യുന്നത്? പ്ലഫിംഗ്, സോയിങ് സീഡ്സ്, വീഡിങ്, മാനുറിങ്, പിന്നെ ഹാർവെസ്റ്റിംഗ്, ട്രെഷിങ്, കളക്ടിങ് റൈസ് ഗ്രെയിൻസ്. അപ്പൊ ഇത്രയും വലിയൊരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഇത്രയും കുറേ ദിവസങ്ങൾ കൊണ്ടുള്ള ആ ഒരു പ്രോസസ്സാണ് നമുക്കിവിടെ റൈസ് ആയിട്ട് അതിന്റെ ആ ഒരു പ്രൊഡക്റ്റ് ആയ റൈസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിൽ വേണ്ടിയിട്ട് കുറെ പേരുടെ പ്രയത്നമുണ്ട്. ആരൊക്കെയാണ്? ഇപ്പൊ ലേബറേഴ്സ്, പിന്നെ അതിന്റെ ഒരു സപ്പോർട്ടായിട്ട് നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് ലാൻഡ്, വാട്ടർ എക്സെട്ര. ലാൻഡും വാട്ടറും എല്ലാം നമുക്ക് ആവശ്യമായിരുന്നു. പിന്നെ മാൻമെയ്ഡ് ഗുഡ്സ്, അതായത് ഫെർട്ടിലൈസേഴ്സ്, വളം, സീഡ്, അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സ് ലൈക്ക് പ്ലവ് ആൻഡ് സം അതർ ട്രാക്ടർ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ ഇത് കണ്ടോ, കാളകളെ കൊണ്ടാണ് ഉഴുതുമറിയുന്നതെങ്കിൽ അത് ഓക്സ്, ബഫല്ലോ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഇത്തരത്തിലുള്ള സാർ ഞാൻ ആദിത്യനാണ് സാർ. സാറിന്റെ ശബ്ദം ക്ലിയർ ഇല്ല. എല്ലാവർക്കും ആർക്കും ക്ലിയർ ഇല്ലേ? സാർ എനിക്ക് നന്നായിട്ട് ക്ലിയർ ഉണ്ട് സാർ. എനിക്ക് സാർ ഇപ്പൊ ക്ലിയർ ഇല്ല, ശബ്ദം ക്ലിയർ കേൾക്കുന്നില്ല സാർ. ആൽഫിൻ, ഷാരോൺ, നിങ്ങൾക്കൊക്കെ ക്ലിയർ ആണോ? സർ. ഓക്കെ, അപ്പൊ അവിടത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും കേട്ടോ. കാര്യം ഇവർക്കൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ഈ ഫോണൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഒരിടത്ത് തന്നെ വച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫോൺ അനക്കരുത്. ഫോൺ അനക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് അത് പ്രോപ്പർ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒരിടത്ത് സ്റ്റേബിലൈസ് ചെയ്ത് വച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനായിട്ട് ശ്രമിക്കുക. ഫോൺ അനക്കാതെ വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നെറ്റ്വർക്ക് കിട്ടും. അതുകൊണ്ടാണ്. ഓക്കെ, സോ അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഓൺലി വിത്ത് ദ ഇൻവോൾവ്മെന്റ് ഓഫ് മെനി ഫാക്ടേഴ്സ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായോ, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് കുറെ ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അതിൽ ഉണ്ട്. Such factors involved in the production process are called factors of production. അപ്പോ അത്തരത്തില് ആ ഒരു പ്രോസസ്സില് നടക്കാൻ സാധിപ്പിക്കുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈ ഒരു പിക്ചർ നോക്കിക്കേ. ഇതെന്താണ്? ഇതെന്ത് പിക്ചറാ? ചെരുപ്പ് നിർമ്മാണശാല. ഓക്കെ, ചെരുപ്പ് നിർമ്മാണശാല അല്ലെങ്കിൽ ഷൂ പ്രൊഡക്ഷൻ ആണ്. നമുക്ക് ഷൂ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ the given collage
4.2, figure 4.2 includes the picture of shoe factory. ഒരു ഷൂ ഫാക്ടറിയുടെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Which are the factors involved in the production of shoes? അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ്, ബിൽഡിംഗ്, നമുക്ക് അതിനൊരു കെട്ടിടം വേണം. മെഷീനറി, നമുക്ക് അതിന്റെ മെഷീൻസും കാര്യങ്ങളും, നമുക്ക് ഷൂ ഉണ്ടാക്കാനായാലും എന്തിനായാലും ഉള്ള മെഷീൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ആവശ്യമാണ്. പിന്നെ എന്തൊക്കെയാണ്? വർക്കേഴ്സ്, നമുക്ക് അവിടെ പണിക്കാര് അത്യാവശ്യമാണ്. പിന്നെ ഇലക്ട്രിസിറ്റി, വൈദ്യുതി, ഇത് കറണ്ട് അവിടെ ആവശ്യമാണ്. എന്റർപ്രീനർ, അതായത് സംഘാടകർ, അതായത് ഇതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാർ. പിന്നെ അടുത്ത ആരെ ആവശ്യമായിട്ടുള്ളത് നമുക്കവിടെ? വേറെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും ഈ ഒരു ഷൂ നിർമ്മിക്കുന്നതില്? എന്തൊക്കെയായിരിക്കും പറയും? ഷൂ മേക്കേഴ്സ്, ആ ഷൂ നിർമ്മിച്ചതിന് ശേഷം അത് കൊണ്ടുപോകാനുള്ള വണ്ടി, കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഴ്സ്. ട്രാൻസ്പോർട്ടേഴ്സ്. വേറെ ആരൊക്കെയാ? അടുത്ത് വിൽക്കാനുള്ള കട. വിൽക്കാനുള്ള കട. അതിന് ബിൽഡിങ്സ് ഉണ്ട്. ബിൽഡിങ്സ് അതൊക്കെ വിൽക്കാനുള്ള കട. ഓക്കെ, പലതരത്തിലുള്ള ബിൽഡിങ്സ്. വേറെ ഇപ്പൊ നമുക്ക് അവിടെ സെല്ല് ചെയ്യാനായിട്ട് സെല്ലേഴ്സ് വേണം. കസ്റ്റമേഴ്സിലാണ് എത്തിക്കേണ്ടത്. അപ്പൊ അതൊരു ഫാക്ടർ അല്ല. അപ്പൊ അവിടെ സെല്ല് ചെയ്യാനായിട്ട് വർക്കേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള കുറെ ഫാക്ടേഴ്സ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുണ്ട്. ഡിസ്കസ് ഹൗ ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് ഷൂസ്. നമ്മുടെ ഈ ഷൂസിന്റെ മാനുഫാക്ചറിംഗിൽ അപ്പോൾ ഇവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. The factors of production can be classified into 4. അപ്പോൾ ഈ ഒരു മാനുഫാക്ചറിംഗിൽ, അതല്ലെങ്കിൽ ഈ ഒരു ഷൂ പ്രൊഡക്ഷനിൽ തന്നെ ഇതിൽ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മളിവിടെ നോക്കിയത്. ബിൽഡിങ്സ്, മെഷീനറി, വർക്കേഴ്സ്, ഇലക്ട്രിസിറ്റി, എന്റർപ്രീനേഴ്സ് ആൻഡ് there are lot of, അതായത് അടുത്ത ട്രാൻസ്പോർട്ടേഴ്സ്, അതുപോലുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. അത് മനസ്സിലായല്ലോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം അതിലുണ്ടായിരിക്കുന്നതെന്ന്. ഓക്കെ, സോ അതില് നമുക്കിനി ഇതില് മെയിൻ ആയിട്ട് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി, ലേബർ തൊഴിൽ അല്ലെങ്കിൽ തൊഴിലാളികൾ, ക്യാപിറ്റൽ ഇത് ഓരോ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മൂലധനം, ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട്, പൈസ ആവാം, അതുപോലെ എന്തോ ആവാം, ആ ഒരു ക്യാപിറ്റൽ. പിന്നെ ഓർഗനൈസേഷൻ, അത് സംഘാടനം, അതായത് ഇതിനെല്ലാം ക്രമീകരിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു ടീം അല്ലെങ്കിൽ ഒരു ആൾക്കാർ. ഈ ഒരു 4 ഫാക്ടേഴ്സ് ആണ് ഒരു പ്രൊഡക്ഷന് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അത്രയും മനസ്സിലായോ? അപ്പൊ നമുക്കിനി ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുള്ളത് ഈ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ അത്രയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീരും. ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോ അതെന്തായാലും ഇന്ന് എടുക്കുന്നില്ല. അതെന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ബോറായി പോവും. അത് മാത്രമല്ല, ഷാരോണിന് സമയത്തിന് പോകാൻ പറ്റത്തില്ല അല്ലേ ഷാരോണെ? ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞ. ഓക്കെ, സോ ഇന്ന് പഠിപ്പിച്ച അത്രയും മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഗോപി പൊന്നു അതാരാ?
അൺമ്യൂട്ട് ചെയ്തേ. ഗോപി പൊന്നു. ആരാ? ഓക്കെ, സംസാരിക്കുന്നില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ചതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയും. ഇന്ന് പഠിപ്പിച്ച മനസ്സിലായോ? യെസ് സാർ. ഓക്കെ, ദിയ, അതുൽ. മനസ്സിലായി സാർ. ഓക്കെ, ഒരു ഡൗട്ടും ഇല്ല. No. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? യെസ് സാർ. ഓക്കെ, ഞാനിത് ഇന്ന് ചോദിക്കുന്നില്ല, പക്ഷെ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അവരെ ചോദിക്കും കേട്ടോ. അപ്പൊ പഠിക്കണം. ഓക്കെ സാർ. അത് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. ടെക്സ്റ്റ് വായിക്കുക. അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് എല്ലാം കിട്ടും. അല്ലാതെ സാർ എനിക്ക് സംശയമുണ്ട് സാർ. ഓക്കെ, ഗൗരി ചോദിച്ചു. ഇപ്പൊ പറഞ്ഞത് തന്നെ സാർ സംശയം. ഏതാ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുറെ ഘടകങ്ങൾ നമ്മൾ യോജിപ്പിച്ച് വെക്കുമ്പോഴാണ് ആ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ ഒരു പേഡി ഫീൽഡ് ആണെങ്കിൽ അതിൽ എന്തൊക്കെയായിരിക്കും ആ ഒരു ഫാക്ടേഴ്സ് നമ്മൾ കൊടുക്കേണ്ടത്? അല്ല എങ്കിൽ ഇവിടെ നമ്മളൊരു ഷൂ കമ്പനിയിലാണെങ്കിൽ എന്തൊക്കെ ചേർന്നതായിരിക്കും ആ ഒരു പ്രൊഡക്ഷൻ? അപ്പൊ അത്തരത്തിൽ ആ ഒരു പ്രൊഡക്ഷൻ ഏതൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൂട്ടി യോജിപ്പിച്ചാലാണ് നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അതിനെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് 4 എണ്ണമാണ്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇങ്ങനെ ഒരു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് ഞാൻ എന്തായാലും ഇപ്പൊ ഇന്ന് എടുക്കുന്നില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത്രയും തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കില് നമുക്ക് ഉള്ളത്. മനസ്സിലായോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ സാർ. ഓക്കെ, സാർ. ഇനി നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ SS കഴിഞ്ഞു. ഇന്നത്തേക്കുള്ള ക്ലാസ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഞാൻ നോട്ട് എന്തായാലും അയച്ചു തരാം. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ടും ഉണ്ട്, അത് ഞാൻ നാളെ അയച്ചു തരാം. കാര്യം അത് ടൈപ്പിംഗ് വിട്ടുപോയ അതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോട്ട് നോക്കിയില്ല എങ്കിലും നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം, ഞാൻ ഇട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ തന്നതുപോലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചോ? നോ സാർ. അടുത്ത എക്സാമിന് നിങ്ങൾ ഇത്രയും പോലും യോജിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. കാര്യം ടോട്ടലി ഞാൻ ഇതിൽ എന്ത് തന്നില്ലേ അതായിരിക്കും ഞാൻ ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് അതിനെന്ത് ചെയ്യണം? ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ച് പറയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോട്ടിനെ മാത്രം ആശ്രയിക്കരുത്, ടെക്സ്റ്റ് നോക്കണം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. എന്നിട്ട് അതിനേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കും നിങ്ങൾ എഴുതിയ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങള് എനിക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ നമ്മള് ക്വസ്റ്റ്യൻ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടേ? ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടുപിടിക്കണ്ട. അതായത് ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ കണ്ടുപിടിക്കണ്ട. അതായത് നിങ്ങളിപ്പോ ടെക്സ്റ്റ് വായിച്ചു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോ വായിക്കുകയാണ്. ഇപ്പൊ ഈ ടോപ്പിക് എടുക്കുകയാണ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. വാട്ട് ഈസ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നീ വായിക്കുകയാണെന്ന് വെക്കുക. അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ? അത് തന്നെ നിനക്കുള്ള അവിടുത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് പ്രൊഡക്ഷൻ? അല്ലെങ്കിൽ അത് കഴിഞ്ഞ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ആ രീതിയിൽ നീ തന്നെ സ്വയമായിട്ട് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക, സ്വയമായിട്ട് ആൻസർ എഴുതാൻ നോക്കുക. അല്ലാതെ കാര്യം പിന്നീട് ഇപ്പോഴും കൊച്ചു പിള്ളേരല്ലേ, നിങ്ങൾക്ക് ഇത് ക്വസ്റ്റ്യനും ആൻസറും കാണാതെ പഠിച്ചാൽ മതി എന്ന് പറയാൻ വേണമെങ്കിൽ, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രയോജനം ഇല്ല. അതുകൊണ്ടാണ്
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ Okay, sir. വലിയ വലിയ ആർട്ടിക്കിൾസ് ആയിരിക്കും തരുന്നത്. തന്നതിന് ശേഷം നിങ്ങൾ അതിലൊന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കുക. അവര് എവിടെ കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന്റെ ആൻസർ എഴുതണം എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ മാക്സിമം സ്വയമായിട്ട് എഴുതാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ടെക്സ്റ്റ് വായിക്കുക. ഞാൻ നോട്ട് അയക്കുന്നു Okay, sir. എന്നുണ്ടെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നോട്ട് അയക്കുകയാണെങ്കിൽ തന്നെയും നോട്ടിൽ തന്നിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കത്തില്ല എക്സാമിന്. നോട്ടിൽ എന്തില്ലേ അത് ചോദിക്കും. എന്ന് പറഞ്ഞ് നോട്ടിലുള്ള പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ചിലപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തായിരിക്കും ചോദിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോ സോഷ്യൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. No, sir. No, sir. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത ഇതുള്ളത് ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷില് ഞാൻ നിങ്ങളുടെ പേപ്പർ തിരുത്തി മാർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കത് പ്രോപ്പറായിട്ട് ഓർമ്മ കിട്ടുന്നില്ല നിങ്ങളുടെയൊക്കെ എങ്ങനെയാ മാർക്ക് എന്നൊക്കെ. സ്റ്റിൽ ഇംഗ്ലീഷില് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഒട്ടും വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? നോ, കുഴപ്പമില്ല അല്ലേ? No, sir. No, sir. വായിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് പ്രയാസമുണ്ടോ? No, sir. എടാ അഭിജിത്ത്, ഇത് സംസാരിക്കുമ്പോ നീ സംസാരിക്കാത്തപ്പോ മൈക്ക് ഓഫ് ചെയ്ത് വെക്കണേ. അല്ലെങ്കിൽ നിന്റെ വീട്ടില് അവര് ആരൊക്കെയാണ് ഇപ്പൊ നിന്റെ പാരന്റ്സ് ആയിരിക്കും, അവര് സംസാരിക്കുന്നത് ഇതിലൂടെ കേൾക്കുന്നത്. അപ്പോ ഇപ്പോ മ്യൂട്ട് ആയിരുന്നു. ഓക്കെ, ഞാനിപ്പോ വീണ്ടും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത് നീ സംസാരിക്കുക മാത്രം അൺമ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങളോട് ഇതിൽ റെക്കോർഡാവും. മനസ്സിലായോ? അതുകൊണ്ടാ പറഞ്ഞത്. ഓക്കെ, സോ അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ചോദിക്കാൻ കാര്യം നിങ്ങളുടെ പലർക്കും ഇങ്ങനെ കുറെ ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാര്യം വേറെ ഒന്നും ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ 7th ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറയാം. അവർക്ക് ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ അയച്ചു കൊടുക്കും, നമ്മുടെ PDF ആയിട്ട്. ഇപ്പൊ നിങ്ങളുടെ ആർക്കും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ട്? വരുത്തുന്നുണ്ടോ ആൽഫിൻ? ഏത് ന്യൂസ് പേപ്പറാ? ആൽഫിൻ പോയോ? Times of India. ഓക്കെ. വേറെ ആരെങ്കിലും? സഞ്ജയ്? No, sir. ഗൗരി? ഷാരോൺ? No, sir. ഓക്കെ, ഫൈൻ. അപ്പോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് ആർട്ടിക്കിൾ വായിച്ചിട്ട് അതിലുള്ള വാക്കുകളൊക്കെ ഒന്ന് പഠിക്കാൻ നോക്കണം. പഠിക്കാന്ന് വെച്ചാൽ എങ്ങനെ? ജസ്റ്റ് വായിക്കുക, ഒരു ന്യൂസ് ആർട്ടിക്കിൾ എടുക്കുക, അത് വായിച്ചതിന് ശേഷം അതിൽ മനസ്സിലാവാത്ത വാക്കുകൾ നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് നിങ്ങൾ ഇത് ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ആൽഫിന് അത് എളുപ്പമായിരിക്കും, കാര്യം ആൽഫിന്റെ വലിയ ന്യൂസ് പേപ്പർ ഉണ്ട്, അതുകൊണ്ട് അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ന്യൂസ് പേപ്പർ അയച്ചുതരാം. നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം, എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം. അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്സിന് ശേഷം അതൊരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം. കേട്ടോ? Okay, sir. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റിയുടെ കാര്യം നമ്മൾ അടുത്ത ക്ലാസ്സിൽ തന്നെ ഓർമ്മിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. കേട്ടോ? Okay, sir. ഓക്കെ, അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടോ? No, sir. എന്നാണ് നമ്മൾ ക്ലാസ് നിർത്താവോ? ഓക്കെ, No, sir. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. See you in the next class and have a good night.
ബൈ സർ. Yeah, bye. Good night. ബൈ സർ.